ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബറക്ക ഇഫക്റ്റ് ലഭിക്കാനുള്ള 5 മാർഗ്ഗങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് ഹലാലായ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോഴ്സ് ഓഫ് ഇൻകം തന്നെ ഹലാലല്ല എങ്കിൽ പിന്നെ മറ്റെന്ത് ചെയ്താലും വെൽത്തിൽ ബറക്ക ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ ഒരാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് നോക്കാം. ഹലാലായ രീതിയിൽ 25,000 രൂപ ഉണ്ടാക്കാനുള്ള ഒരു അവസരമുണ്ട്. അതേപോലെ തന്നെ ഹറാമായ രീതിയിൽ 50,000 രൂപ ഉണ്ടാക്കാനുള്ള അവസരവും അയാൾക്ക് കിട്ടിയെന്ന് വെച്ചോളൂ. അപ്പൊ ബറക്ക ഇഫക്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും 25,000 രൂപയുടെ ഹലാലായ മാർഗമാണ് സ്വീകരിക്കുക. രണ്ടാമത്തെ പോയിന്റ് സക്കാത്തും ചാരിറ്റിയും നൽകുക എന്നുള്ളതാണ്. ഇത് വെൽത്തിനെ പ്യൂരിഫൈ ചെയ്യുന്നതിനും ബറക്ക വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്ന കാര്യങ്ങളാണ്. ചാരിറ്റി നമ്മുടെ വെൽത്തിനെ ഡിക്രീസ് ചെയ്യുകയില്ല എന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാധാരണഗതിയിൽ 100 രൂപയുള്ള ഒരാൾ 20 രൂപ സ്വതക്കയായിട്ട് കൊടുത്താൽ 20 രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയാം. പക്ഷെ ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള 90 അല്ലെങ്കിൽ 80 രൂപയിൽ ബറക്ക ഉണ്ടാകും എന്നുള്ളതാണ്. കൊടുക്കുമ്പോഴാണ് ആ ബറക്ക ഉണ്ടാകുന്നത് ബാക്കിയുള്ള പണത്തിൽ. മാത്രമല്ല നമ്മൾ ആ കൊടുത്ത 10 രൂപ അല്ലെങ്കിൽ 20 രൂപ നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടമാണോ? അല്ല. അതിന്റെ ഗുണം നാളെ നമുക്ക് പരലോകത്ത് ലഭിക്കും എന്നുള്ളതാണ്. അതും മൾട്ടിപ്ലയർ എഫക്റ്റോട് കൂടി 700 ടൈംസ് ആണ് ഖുർആൻ പറഞ്ഞത് പ്രകാരം അത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിന് നമുക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. ഈ ജീവിതത്തിലെ കാര്യങ്ങൾ ചിന്തിച്ചാൽ പോലും നമ്മൾ കമ്പാഷനോട് കൂടി ഒരാൾക്ക് സ്വതക്കയായിട്ട് നൽകുന്ന പണം പല രൂപത്തിൽ കൂടുതൽ ബറക്ക ഇഫക്റ്റോട് കൂടി ഇൻഷാ അള്ളാഹ് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് റിബ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നുള്ളത്. റിബയെ നിരോധിച്ചതായിട്ടും ചാരിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള വചനങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. മാത്രമല്ല ഇസ്ലാമിൽ റിബ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിന് നമ്മുടെ വെൽത്തിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ നിന്ന് തന്നെ ബറക്ക ഇഫക്റ്റ് ഇല്ലാണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നാലാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നമ്മുടെ പല ആവശ്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട് അല്ലെ, അതിനുവേണ്ടി ദുആ ചെയ്യാറുണ്ട്. പക്ഷേ ദൈവം നമുക്ക് നൽകിയ, ചോദിക്കാതെയും ചോദിച്ചിട്ടും നൽകിയ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാറുണ്ടോ? അങ്ങനെ നന്ദി പറയാനാണെങ്കിൽ എത്രമാത്രം നന്ദി പറയാനുണ്ടാവും അല്ലെ. നിങ്ങൾ നന്ദിയുള്ളവരാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം എന്നുള്ളതാണ് അള്ളാന്റെ പ്രോമിസ്. അപ്പൊ നമ്മൾ പടച്ചവനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും ശക്തമായിട്ട് നമുക്ക് കിട്ടിയതിൽ നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ബറക്ക ഇഫക്റ്റ് അനുഭവിക്കാൻ കഴിയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് മോഡറേറ്റ് സ്പെൻഡിങ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെലവാക്കുന്ന സമയത്ത് നമ്മൾ ദൂർത്തടിക്കാനും പാടില്ല, അല്ലെങ്കിൽ വേസ്റ്റ് ആക്കാനും പാടില്ല. അതേപോലെ തന്നെ പിശുക്ക് കാണിക്കാനും പാടില്ല. രണ്ടിന്റെയും ഇടയിലുള്ള മോഡറേറ്റ് ആയിട്ടുള്ള സ്പെൻഡിങ് ശീലമാക്കുക. അപ്പൊ നിരന്തരം ബറക്ക ഇഫക്റ്റ് ലഭിക്കുന്നതിനായിട്ട് ഇതെല്ലാം നമ്മൾ ഒരു ഹാബിറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ പണം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. പക്ഷേ ബറക്ക ഇല്ലാതെയാണ് കൂടുതൽ പണം ഉണ്ടാക്കുന്നത് എങ്കിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. കൂടുതൽ പണം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ അത് ബറക്ക ഇഫക്റ്റ് ഇല്ലാതെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. That's all for now. This is Salim signing off. Barakah in your wealth, peace in your heart.